പ്രണയിച്ചയാളെ സ്വന്തമാക്കിയ നായകൻ അല്ലെങ്കിൽ നായിക, പ്രണയിച്ചവരാൽ വേദനിച്ചവർ, തുറന്നു പറയാത്ത പ്രണയം, തുറന്നു പറഞ്ഞ് നഷ്ടമായ പ്രണയം, അങ്ങനെ നിരവധി പ്രണയത്തെക്കുറിച്ച് സംസാരിച്ച സിനിമകൾ. റൊമാൻറ്റിക് സിനിമ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ടൈറ്റാനിക് ആയിരിക്കും. 1997 ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ലിയാനാർഡോ ഡികാപ്രിയോ, കേറ്റ് വിൻസ്ലെറ്റ് തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ ചെയ്തത്. ടൈറ്റാനിക് എന്ന കപ്പലിന്റെ ദുരന്തത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രത്തിന് പിൽക്കാലത്ത് ഓസ്കാർ അടക്കമുള്ള അവാർഡുകൾ ലഭിച്ചു. ഇന്നും തമാശ രൂപേണ പരസ്പരം ജാക്ക് എന്നും റോസ് എന്നും വിളിക്കാത്തവർ കുറവായിരിക്കും. ടൈറ്റാനിക് ദുരന്തത്തിന്റെ 100ാം വാർഷികത്തിന് 2012 ഏപ്രിലിൽ ചിത്രത്തിന്റെ 3D പതിപ്പ് പ്രദർശനത്തിനെത്തി. റൊമാൻറ്റിക് ഹീറോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മുഖം വന്നേക്കാം. യെസ്, ദ വൺ ആൻഡ് ഓൺലി ഷാറുഖ് ഖാൻ. നിരവധി പ്രണയ ചിത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ പ്രണയ ചിത്രം എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ആയിരിക്കും. കാജോൾ SRK കോംബോയിൽ 1995 റിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞാടിയതിന് കണക്കുകളില്ല. ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ പല സിനിമകളിലും റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇന്നും പ്രേക്ഷകർ ദിൽവാലയിലെ ഗാനങ്ങൾ അനുകരിച്ചു പോരുന്നു. അതെ, പ്രേക്ഷകരുടെ മനസ്സിൽ സിമ്രനും രാജും ഇന്നും നിലനിൽക്കുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രണയ ചിത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് നടന്മാരുണ്ട്. എന്നിരുന്നാലും മോഹൻലാൽ എന്ന നടന്റെ പ്രണയം കാണാൻ പ്രേക്ഷകർക്ക് കുറച്ചധികം ഇഷ്ടമാണ്. അത്തരത്തിൽ മോഹൻലാലിൻ്റെതായ ചിത്രങ്ങളിൽ പ്രേക്ഷകർ എക്കാലവും ഓർത്തിരിക്കുന്നത് ക്ലാരയെയും ജയകൃഷ്ണനെയുമാവും. 1987 പത്മരാജൻ മാസ്റ്റർ സംവിധാനം ചെയ്ത ഒരു കൾട്ട് ക്ലാസിക് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ചിത്രം തൂവാനത്തുമ്പികൾ. ഈ ചിത്രത്തിലൂടെ പ്രണയത്തിന്റെ മറ്റൊരു വശം കൂടി നമുക്ക് കാണാൻ സാധിച്ചു. ഒരുമിക്കാൻ സാധിക്കാത്ത ക്ലാരയുടെയും ജയകൃഷ്ണന്റെയും പ്രണയം പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഒരു നൊമ്പരമായി നിലകൊണ്ടു. ഇങ്ങനെ ഒരുപാട് നല്ല പ്രണയ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ പ്രണയ ദിനത്തിലും കമിതാക്കൾക്കായി ഒരു പിടി പ്രണയ ചിത്രങ്ങൾ കാത്തിരിക്കുന്നു.